പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് PSC പരീക്ഷകളിലെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ്. ആദ്യഘട്ടമായിട്ട് നമ്മൾ 2023 ചോദ്യങ്ങൾ എവിടെ നിന്ന് എന്ന് പരിശോധിക്കുന്നു. ഈ പരിശോധന മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറായാൽ മതി. അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും. 3 വിഭാഗമായിട്ടാണ് നമ്മൾ പരിശോധിക്കുക. ഡിഗ്രി ലെവൽ, 10th ലെവൽ, പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ലെവൽ തുടങ്ങിയ ലെവൽ. നമുക്ക് 3 വിഭാഗവും പരിശോധിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 2023 കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിലേക്ക് പോവാം. ഡിഗ്രി ലെവൽ. അവിടെ SCERT, NCERT പുസ്തകങ്ങളിൽ നിന്ന് 14 ചോദ്യങ്ങൾ. ഈ SCERT പുസ്തകവും NCERT പുസ്തകവും എന്താണ് വ്യത്യാസം? NCERT പുസ്തകത്തിന്റെ പരിഭാഷ തന്നെയാണ് SCERT പുസ്തകം. പക്ഷേ SCERT പുസ്തകത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടെ കൂടുതലായി ചേർത്തിട്ടുണ്ടാവും, അല്ലേ? അത്രമാത്രം. ഓക്കെ, അപ്പോൾ SCERT മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി. എങ്കിലും NCERT പുസ്തകം കൂടെ റെഫറൻസ് ആയി വായിച്ചിരിക്കുക. എന്നാൽ NCERT മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം കേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SCERT പുസ്തകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ SCERT, NCERT പുസ്തകത്തിലെ കുറെ ഫാക്ട്സ് ഉണ്ടാവും. ഈ ഫാക്ട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബോർഡുകളുടെയോ സ്ഥാപനങ്ങളുടെയോ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നാണ് വിവരശേഖരണം നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതികളുണ്ട്. അവയൊക്കെ ഇത്തരം വെബ്സൈറ്റുകളാണ് ഔദ്യോഗിക വിവരശേഖരമായി കണക്കാക്കുക. മനസ്സിലായോ? വിക്കിപീഡിയ ഒന്നും അല്ല ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ കീഴിലുള്ളതയോ ആയ സ്ഥാപനങ്ങളുടെയോ വെബ്സൈറ്റ് പരിശോധിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡേറ്റ, ഫോർ എക്സാമ്പിൾ, വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്, എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അതിന്റെ വിവരം നമ്മൾ എവിടെയാ കിട്ടുക? വിക്കിപീഡിയയിലല്ല. അതിൽ 6-7 ഒക്കെ കാണും. കേരളത്തിൽ വന്യജീവി സംരക്ഷണത്തിന് ചുമതലയുള്ളത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നോക്കുക എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്. മനസ്സിലായോ? ഇനി ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ, N. ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ നിന്ന് 3 ചോദ്യങ്ങളും, യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസ് ബുക്കായിട്ട്, അതായത് ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റെഫറൻസ് ബുക്കായി നൽകിയിരിക്കുന്നതിൽ 2 ചോദ്യങ്ങളും, പിന്നെ മറ്റു 9 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉപവിഭാഗമായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന വസ്തുതകൾ പഠിക്കും, അല്ലെ? ഇമ്പോർട്ടന്റ് ആക്ട് എന്ന് പറയുമ്പോൾ നിയമം വഴി സ്ഥാപിതമായിരിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരും, അതുപോലെ തന്നെ എന്താണ്, വിവരാവകാശ കമ്മീഷൻ വരും, വനിതാ കമ്മീഷൻ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് 9 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കി. SCERT, NCERT പുസ്തകത്തിൽ നിന്ന് 19 ചോദ്യങ്ങൾ, ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് 18 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് 6 ചോദ്യങ്ങൾ, N. ശ്രീധരമേനോന്റെ കേരള ചരിത്രം 2 ചോദ്യങ്ങൾ, നിയമവുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങൾ. ഇനി തേർഡ് സ്റ്റേജ് നോക്കിയാലോ. SCERT, NCERT 19 ചോദ്യങ്ങൾ, ഒഫീഷ്യൽ വെബ്സൈറ്റ് 22 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി 3 ചോദ്യങ്ങളും, കേരള ചരിത്രം ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ നിന്ന് 1 ചോദ്യവും, നിയമവുമായി ബന്ധപ്പെട്ട 2 ചോദ്യവും, അല്ലെ? ഈ 3 സ്റ്റേജും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ GK പോർഷനിൽ കറണ്ട് അഫയർ ഒഴികെയുള്ള ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏകദേശം ഒരു 50 മാർക്ക് കണക്കാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് അഫയർ ചിലപ്പോൾ കൂടാൻ കുറയാം. അതിൽ ഏകദേശം 40% വരെ SCERT, NCERT പുസ്തകങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെ? ഇനി നമുക്ക് അടുത്ത ലെവൽ നോക്കിയാലോ. ഡിഗ്രി ലെവൽ എക്സാം, ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമുകൾ, മെയിൻ പരീക്ഷയുടെ സിലബസ് നോക്കാം. അവിടെ SCERT, NCERT പുസ്തകങ്ങളിൽ നിന്ന് 6 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് 16 ചോദ്യങ്ങൾ, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി 5 ചോദ്യങ്ങളും, ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും, നിയമവുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും ചോദിച്ചു. എംപ്ലോയ്മെന്റ് ഓഫീസർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ SCERT, NCERT എത്ര ചോദ്യങ്ങളാ? 18 ചോദ്യങ്ങൾ. ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ 17 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് 7, കേരള ഹിസ്റ്ററിയിൽ നിന്ന് ശ്രീധരമേനോന്റെ പുസ്തകം 2 ചോദ്യങ്ങളും, നിയമവുമായി ബന്ധപ്പെട്ടത് 10 ചോദ്യങ്ങളും. അപ്പോൾ SCERTക്ക് ഏകദേശം 40% അവിടെ നമ്മൾ പഠിച്ചുറപ്പിക്കണമെന്നർത്ഥം. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് മറ്റ് 40%, ശരി? അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ നോക്കി കാണുക.
ഇനി ബെബ്കോൾ ഡി സി +2 ലെവലിൽ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം അല്ലേ. SCERT NCERT ചോദ്യങ്ങൾ 34 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 22 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് 5 ചോദ്യങ്ങൾ, കേരള ഹിസ്റ്ററിയിൽ നിന്ന്, യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് 1, മറ്റ് നിയമവുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കിയേ, ഇവിടെ GK പാർട്ട് കുറച്ച് കൂടുതലാണ്. ഏകദേശം 70 ചോദ്യങ്ങളോളം GK പാർട്ടിൽ നിന്നുണ്ടായിരുന്നു. അതിൽ ഏകദേശം പകുതിയോളം 50% +2 ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലിലാണെങ്കിൽ SCERT NCERT പ്രാധാന്യം 40% +2 ലെവലിൽ എത്തിയപ്പോഴേക്കും അത് എത്രയായിട്ട് മാറി? ഏകദേശം 50% മാറി. ഓക്കെ, ഇനി 10th ലെവലിലേക്ക് വന്നാലോ, LDC ഏകദേശം 70 മാർക്കോളം GK ഉണ്ടായിരുന്നു. SCERT NCERT 28 ചോദ്യങ്ങൾ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 28 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി 6 ചോദ്യങ്ങൾ, മറ്റുള്ളവ 7 ചോദ്യങ്ങൾ. ഏകദേശം 40 തൊട്ട് 50% വരെ അവിടെയും SCERT NCERTക്ക് പ്രാധാന്യമുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോക്കിയേ, 80 ചോദ്യങ്ങളാണ് GK. അതിൽ SCERT NCERT 37 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 19 ചോദ്യങ്ങളും, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ പുസ്തകം 4 ചോദ്യങ്ങൾ, ശ്രീധരമേനോന്റെ കേരള ചരിത്രം 1 ചോദ്യം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലായിട്ട് 2 ചോദ്യങ്ങളും, മറ്റ് നിയമവുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങളും. അവിടെയും പ്രാധാന്യമുണ്ട്. ഏകദേശം പകുതിയോളം ചോദ്യങ്ങൾ SCERT NCERT പുസ്തകം അനുബന്ധ വിവരങ്ങൾ പരിശോധിച്ചറിഞ്ഞത് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൂചികകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ അത് ആ സൂചിക പുറത്തിറക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുക. മനസ്സിലായോ? ഇൻഡെക്സ് നമ്മൾ പഠിക്കില്ലേ, അതൊക്കെ. ഇനി ഖാദി ബോർഡ് LDC നോക്കി, SCERT NCERT 62 ചോദ്യങ്ങളിലേക്ക് പോയി. ഏകദേശം 75% GK പോർഷൻ വന്നത് SCERT NCERT പുസ്തകത്തിൽ നിന്നാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 10 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി 2 ചോദ്യങ്ങൾ, കേരള ഹിസ്റ്ററി 1 ചോദ്യം, നിയമവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിലോ 60 ചോദ്യം SCERT NCERT നിന്ന് പോയി. ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വരുന്ന, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് മറ്റുള്ളവ 3. തേർഡ് സ്റ്റേജിലാണെങ്കിലോ SCERT NCERT 52 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റ് 10, ഇന്ത്യൻ പൊളിറ്റി 1, അതേഴ്സ് 3. സ്റ്റേജ് 4ലാണെങ്കിലോ SCERT NCERT 58 ചോദ്യങ്ങൾ അല്ലേ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെങ്കിലോ 15 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റി 4 ചോദ്യങ്ങൾ, മറ്റുള്ളവ 2. ഫിഫ്ത്ത് സ്റ്റേജിലാണെങ്കിൽ SCERT NCERT 57 ചോദ്യങ്ങൾ, ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് 17 ചോദ്യങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് മറ്റുള്ളവ 5. യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാമിനേഷൻ SCERT NCERT 52 ചോദ്യങ്ങൾ, ഔദ്യോഗിക വെബ്സൈറ്റ് ആണെങ്കിലോ 10, ഇന്ത്യൻ പൊളിറ്റി 2, കേരള ഹിസ്റ്ററി 2, അതേഴ്സ് 3. യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 SCERT NCERT 54, ഔദ്യോഗിക വെബ്സൈറ്റ് 21, ഇന്ത്യൻ പൊളിറ്റി 1, അതേഴ്സ് 3, അതായത് നിയമങ്ങൾ 3. സ്റ്റേജ് 3ലാണെങ്കിലോ SCERT NCERT 55 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സൂചികകളൊക്കെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് 5, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ പുസ്തകം 2, നിയമവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ. യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി എക്സാമിനേഷൻ 4th സ്റ്റേജ് SCERT NCERT എത്ര ചോദ്യങ്ങൾ പോയി? 62 ചോദ്യങ്ങൾ പോയി. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെങ്കിലോ 13, മറ്റുള്ളവ 4. യൂണിവേഴ്സിറ്റി LGS 5th സ്റ്റേജ് ആണെങ്കിൽ SCERT NCERT എത്രയാ? 51 ചോദ്യങ്ങൾ. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 17 ചോദ്യങ്ങളും, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി 3 ചോദ്യങ്ങളും, അതേഴ്സ് 4. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിനേഷൻ SCERT NCERT 37 ചോദ്യങ്ങളും, ഔദ്യോഗിക വെബ്സൈറ്റ് 26 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീധരമേനോന്റെ കേരള ചരിത്രം 1 ചോദ്യവും, നിയമവുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങളും. കമ്പനി ബോർഡ് LGS മെയിൻസ് എക്സാമിനേഷൻ SCERT NCERT 42 ചോദ്യങ്ങൾ, ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് 28 ചോദ്യങ്ങളും, നിയമവുമായി ബന്ധപ്പെട്ട 8 ചോദ്യങ്ങളും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഡിഗ്രി ലെവലാണെങ്കിൽ ഏകദേശം 40% SCERT, +2 ലെവലാണെങ്കിൽ ഏകദേശം 50, 10th ലെവലോ അതിന് താഴെയാണെങ്കിൽ ഏകദേശം 50 മുതൽ 70% വരെ ചോദിക്കുന്നത് SCERT പാഠഭാഗങ്ങളാണ്. നമ്മൾ ഒരു പരീക്ഷ കഴിയുമ്പോൾ കട്ട് ഓഫ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ ഡിഗ്രി ലെവൽ പരീക്ഷകളെ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് GK പോർഷനിൽ നമ്മൾ 50 മാർക്കിന് 25 മുതൽ 30 മാർക്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി, ആ ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വരുമെന്നാണ് പറയുന്നത്. ഈ 25 തൊട്ട് 30 വരെ എന്ന് പറയുമ്പോൾ SCERT പുസ്തകം ഉള്ള വിവരങ്ങൾ മാത്രം നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരും. പക്ഷെ പുറകോട്ടായിരിക്കും. മറ്റു കാര്യങ്ങളോട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് പോകാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അറിഞ്ഞു പഠിക്കുക. SCERT പുസ്തകങ്ങൾ ആധാരമാക്കിക്കൊണ്ട് സിലബസിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക.
അതിൽ സൂചികകളോ മറ്റ് അനുബന്ധ വിവരങ്ങളോ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് ശേഖരിക്കുക, അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ സബ് ടോപ്പിക്കാണ്, നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതുമായി പൊതുവായി അറിയാവുന്ന നിയമങ്ങൾ, പൊതുവായി മനസ്സിലാക്കേണ്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായും ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ശരാശരി ഒരു 5 ചോദ്യങ്ങൾ, 4 തൊട്ട് 5 ചോദ്യങ്ങൾ വരെയാണ് ലക്ഷ്മികാന്തിന്റെ പൊളിറ്റി പുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ശ്രീധരമേനോന്റെ പുസ്തകത്തിൽ ശരാശരി 3 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ACRT NCRT ഫാക്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സമ്പൂർണ്ണമായി പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കിലെ ഫാക്കൽറ്റീസ് 6 പേരാണ്. ഇംതിയാസ് സാറും ഞാനുമാണ് GK സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുക. പിന്നെ അഷ്ന മിസ്സും ഉണ്ടാവും, സയൻസും കറണ്ട് അഫയേഴ്സുമോടൊപ്പം GK സബ്ജക്റ്റ്. ഷാഫി സാറ് മാത്സ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നോഫൽ സാറ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. നിഷ മിസ് ആണെങ്കിൽ മലയാളവും. നിങ്ങൾക്ക് വ്യക്തമായി പഠിച്ചുറപ്പിക്കുവാൻ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. 2 കോഴ്സുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ ആരംഭിക്കുന്നത്. കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജനുവരി മാസം 27-ാം തീയതിയാണ് ഈ കോഴ്സ് ആരംഭിക്കുക. കേരള പോലീസ് SI പ്രിലിംസും അതുപോലെ തന്നെ കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസുമാണ് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ആകെയുള്ള ഫീസിൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് നേടാം. കൂപ്പൺ കോഡ് എൻ്റെ പേര് തന്നെയാണ് രാജേഷ്, നിങ്ങൾ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടാവും. രാജേഷ് എന്ന കൂപ്പൺ കോഡ് സ്മാൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ വ്യത്യാസമൊന്നുമില്ല. രാജേഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക, മടിക്കേണ്ട. നമുക്ക് ജനുവരി മാസം 27-ാം തീയതിയാണ് കോഴ്സുകൾ ആരംഭിക്കുക. അതിനു മുമ്പായിട്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആദ്യ ക്ലാസ് തൊട്ട് നമുക്ക് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. നന്ദി.